Hi friends, Assalamualaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് ഈ ഡെസേർട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി. വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ക്രീമി ഡെസേർട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീക്സ് ഉണ്ടാവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീമിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രം എടുക്കാം. അപ്പം ഞാനിതാ ഈ ഒരു പാത്രമാണ് എടുക്കുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹൈഡ് ആൻഡ് സീക്കിന്റെ ബിസ്ക്കറ്റാണ്. ഈ ഒരു പാക്ക് ഹൈഡ് ആൻഡ് സീക്കിന്റെ ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിന്റെ ബിസ്ക്കറ്റ് നമുക്ക് പാലിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് ബേസ് ലെയർ ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലൂടെ ആണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീമിന്റെ ഈ ഒരു ലെയർ നന്നായിട്ട് തന്നെ സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഈ വിപ്പിംഗ് ക്രീമിന്റെ ലെയർ ഒന്ന് സെറ്റായി വരും. വിപ്പിംഗ് ക്രീമിന്റെ ലെയർ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 75 ഗ്രാമിന്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ
വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറും നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഈ മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഈവൻ ആയിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇനി ഈ ഒരു ലെയറും ഈ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ലെയറും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇതാ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ലെയർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. ഈ പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റിൻ്റെ ലെയർ നമുക്ക് ഈവനായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ സെറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ലെയർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ലെയറൊക്കെ ഞാൻ നല്ല ഈവൻ ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഞാൻ കുറച്ച് അരിപ്പയിലിട്ടിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും ഇത് സെറ്റായി വരും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ട്. ഈസി ഹൈഡ് ആൻഡ് സീക്ക് ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഡെസേർട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.